ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റൗണ്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുന്ന് ഒരു 3 ഇഞ്ചോളം വിട്ടെടുത്തിട്ട് നമ്മളത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും തന്നെ വീതിക്കാണ് ചെയ്യുന്നത്. 3 ഇഞ്ചോ 4 ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് വലുപ്പം കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ച് ഹെവി വർക്കായിട്ട് വരും. അതിനുശേഷം കുറച്ച് റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫ്ലവേഴ്സാണ്, പിന്നെ ബീഡ്സും. അപ്പോൾ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് നോക്കുക, സ്ലീവിൻ്റെ താഴത്തെ ഭാഗം, അത് എഡ്ജ് ഭാഗത്ത് നിന്ന് 3/4 സ്ലീവ് ആണെങ്കിൽ താഴത്തെ ഒന്ന് നമ്മളൊരു 4 ഇഞ്ച് 3 ഇഞ്ച് എടുക്കാം. എന്നിട്ട് പിന്നെ അതേ ഈ ഒരു റൗണ്ട്സ് കൊടുക്കുക, പിന്നെ കട്ട് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈനിനകത്ത് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2 ഇഞ്ചിലാണ് ഞാൻ വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. നമ്മുടെ നമുക്ക് എത്രയും ഡിസൈൻ ഹെവി ആയിട്ട് വേണോ അത്രയും വലുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് വരച്ചു കൊടുക്കാം. അതായത് ഒരു ഭാഗത്ത് മുകളിൽ എവിടെയാണെങ്കിൽ കുറച്ച് താഴെ ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ അങ്ങനെ നമ്മൾ താഴെയും മുകളിലും ആയിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അളന്ന് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലവേഴ്സായിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഒരു 8 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിങ്ങോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ 2 പ്രാവശ്യം നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിങ്ങോട്ട് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു റൗണ്ടില്ലേ, ആ ബോർഡർ റൗണ്ടിൽ ഫുള്ളായിട്ട് ആദ്യം ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡിസൈൻസൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക അല്ലെങ്കിൽ ചെയ്യുക ഒന്നും അറിയത്തില്ല. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ് ഈ ഒരു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, തുടർന്നും കാണുക. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബോർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അകത്തുള്ള ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്ത് ഒരു ബോർഡർ ലൈൻ പോലെ വീണ്ടും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 ടൈംസ് നീഡിലിൽ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. പതിയെ ചെയ്യാവൂ, റിങ്ങോട്ടാകുമ്പോൾ പതിയെ ചെയ്തെടുക്കുക. നമുക്ക് സെൻറ്ററിൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് തന്നെ നമുക്ക് റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം കുറച്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്ക് ഇടുവാണ് കേട്ടോ. കാരണം നമ്മൾ ബീഡ്സ് വർക്ക് ആകുമ്പോൾ നമുക്ക് ഇളകിപ്പോരും. ചിലപ്പോൾ ഈ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇളകിപ്പോവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ബീഡ്സ് വർക്ക് എപ്പോൾ ചെയ്താലും നമ്മൾ അത്യാവശ്യം ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ബോർഡർ ഭാഗം, അതായത് നമ്മുടെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ആ ഒരു 3 ഇഞ്ചിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അത്രയും ഭാഗം വളരെ തിക്കായിട്ടാണ് നമ്മൾ ബീഡ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കട്ട് ബീഡ്സ് വളരെ തിക്കായിട്ട് ചെയ്ത് കൊടുക്കണം. ഒട്ടും ഗ്യാപ്പ് വരുത്താത്ത വിധത്തിൽ തിക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ നമ്മുടെ ഈ ഒരു ഡിസൈൻ അത്രയും ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടും ഗ്യാപ്പൊന്നും അധികം വരാത്ത വിധത്തിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഗോൾഡൻ ബീഡ്സുകൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ആൻറ്റി ഗോൾഡ് കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഗ്യാപ്പുള്ളിടത്തേക്കൊക്കെ നമുക്ക് അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ദാ ഇതുപോലെ ഓരോന്നിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഷുഗർ ബീഡും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതൊരു എലഗൻറ്റ് ലുക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇടുമ്പോൾ. ഒത്തിരി ഒരുപാട് പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വരച്ച് ചെയ്യാൻ ശ്രമിക്കുക. അളവൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ദുപ്പട്ടയിലും നമുക്ക് ബീഡ്സ് വർക്ക് കൊടുക്കാം, പിന്നെ സ്ലീവിലും. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്